എസ് രാജമൗലി സംവിധാനം ചെയ്യുന്ന വാരണാസി ഇന്ന് ചർച്ചകളിൽ നിറയുകയാണ്. 100 കോടി ബജറ്റിൽ ഒരുങ്ങിയിരുന്ന ഇന്ത്യൻ സിനിമാ നിർമ്മാണം ഇന്ന് 1000 കോടിയിലധികമായി ഉയർന്നു നിൽക്കുന്നു എന്നതാണ് ചർച്ചകൾക്ക് കാരണം. നമിത് മൽഹോത്ര നിർമ്മിക്കുന്ന നിതേഷ് തിവാരിയുടെ രാമായണയും ഇന്ന് വാർത്തകളിൽ നിറയുന്നുണ്ട്. ഇന്ത്യൻ സിനിമയുടെ ബോക്സ് ഓഫീസും സിനിമാ ബജറ്റുകളും അതിവേഗം വികസിക്കുകയാണ്. അടുത്തുവരെ 100 കോടി ബജറ്റിൽ ഒതുങ്ങിയിരുന്ന ഇന്ത്യൻ സിനിമാ നിർമ്മാണം ഇന്ന് 1000 കോടിയിലധികമായി ഉയർന്നു വരുന്നുവെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രമായി കണക്കാക്കപ്പെടുന്ന വാരണാസിയാണ് നിർമ്മാണ ചെലവിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. എസ് രാജമൗലി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മഹേഷ് ബാബുവാണ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത്. പ്രിയങ്ക ചോപ്രയും പൃഥ്വിരാജ് സുകുമാരനും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ചിത്രം 1300 കോടി ബജറ്റിലാണ് ഇറങ്ങുന്നതെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. നെറ്റ്ഫ്ലിക്സിലെ ദി ഗ്രേറ്റ് ഇന്ത്യൻ കപ്പിൾ ഷോ സീസൺ 4 ആദ്യ എപ്പിസോഡിൽ പ്രിയങ്ക ചോപ്ര ഈ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പ്രൈം ഫോക്കസിന്റെ സ്ഥാപകനും DNEG-യുടെ സിഇഒയുമായ നമിത് മൽഹോത്ര നിർമ്മിക്കുന്ന നിതേഷ് തിവാരിയുടെ പുരാണ ഇതിഹാസമായ രാമായണയാണ് ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു പ്രധാന ചിത്രം. 2 ഭാഗങ്ങളായി നിർമ്മിക്കപ്പെടുന്ന ചിത്രത്തിൽ രൺബീർ കപൂർ ശ്രീരാമനായും സായി പല്ലവി സീതയായും എത്തുന്നു. VFX-ൽ നിർമ്മിക്കുന്ന ചിത്രം 2 ഭാഗങ്ങളായാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. ചിത്രത്തിന്റെ മൊത്തം ബജറ്റ് 4000 കോടിയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ ഭാഗത്തിനും ഏകദേശം 2000 കോടി രൂപ ചെലവാകുമെന്നാണ് നമിത് മൽഹോത്ര നേരത്തെ വെളിപ്പെടുത്തിയത്. വാരണാസി, രാമായണം തുടങ്ങിയ വമ്പൻ പ്രൊജക്ടുകളിലൂടെ ആഗോള പ്രേക്ഷകരെയും കൂടെ കണക്കിലെടുത്ത് ഇന്ത്യൻ സിനിമ 1000 കോടി ബജറ്റിന്റെ യുഗത്തിലേക്ക് ചുവടുവെക്കുന്നുവെന്നാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. ഈ 2 സിനിമകളുടെയും വാണിജ്യപരമായ കഥ പറച്ചിലുകളും ഇന്ത്യൻ സിനിമയുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തൽ. രാമായണം 2026 ദീപാവലിയിലും 2ാം ഭാഗം 2027 ദീപാവലിയിലും റിലീസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം വാരണാസി 2027 മാർച്ചിൽ തിയേറ്ററുകളിലേക്കെത്തും. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.